നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശ്രദ്ധേയരായവരാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും. ഇരുവരുടെയും സൗഹൃദം ജബ്രി എന്ന പേരിലായിരുന്നു പ്രേക്ഷകർ വിശേഷിപ്പിച്ചിരുന്നത്. ഷോയ്ക്കുള്ളിലും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇരുവരുടെയും ബന്ധം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ. അഭിമുഖത്തിനിടെ താൻ സിംഗിൾ ആണ് എന്ന് പറഞ്ഞ മുൻ ബിഗ് ബോസ് താരമായ ഗബ്രിയോട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുകയല്ലേ, ലിവിംഗ് ടുഗദർ അല്ലേ എന്നൊക്കെ നടൻ ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്ന വീഡിയോ ആണ് അത്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ അതോ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണോ എന്ന് അറിയില്ലെന്നാണ് സിംഗിൾ ആണെന്ന ഗബ്രിയുടെ മറുപടി കേട്ട് ഷൈൻ പറഞ്ഞത്. വീഡിയോ വൈറലായപ്പോൾ ബിഗ് ബോസിൽ വെച്ച് ജാസ്മിനുമായി ഉണ്ടായിരുന്ന ഗബ്രിയുടെ അടുപ്പം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഹൗസിൽ വെച്ച് സൗഹൃദത്തിന് അപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായതായി ഹൗസ് മേറ്റ്സും പ്രേക്ഷകരും ഒരുപോലെ വിമർശിച്ചിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷവും അങ്ങനെയൊന്നും ഇല്ല എന്നുമായിരുന്നു ഇരുവരുടെയും മറുപടി. സിംഗിൾ ആണെന്നാണ് പറയുന്ന ഗബ്രിയുടെ വീഡിയോ വൈറലായതോടെ യൂട്യൂബർ ഷെഫീന ബീബി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ. അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അവർ ജാസ്മിൻ ഗബ്രി സൗഹൃദത്തെ വിമർശിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. സൗഹൃദത്തിന് പോലും ഗബ്രി ജാസ്മിനെ പരിഗണിക്കുന്നില്ല എന്നതാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് ഷെഫീന ബീബി പറയുന്നുണ്ട്. തേപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല, ചതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ആണോ എന്ന് ചോദിച്ചാൽ അതേ താനും. ഷൈൻ അതിശയിച്ച് അന്തം വിട്ട് ഇരിക്കുകയാണ്. ഇത് ഒരു പെണ്ണാണ് ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇവർ തമ്മിൽ, ജാസ്മിൻ ഗബ്രിയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് ആ സീൻ മുഴുവൻ സംശയമായിരുന്നു. അവസാനം മോഹൻലാൽ വരെ ചോദിച്ചു. ഉടനെ ജാസ്മിൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ ലാലേട്ട എന്ന്. ഭയങ്കരമായ ഹൈപ്പിൽ നിന്ന് എവിടെയോ എത്തേണ്ട കൊച്ചായിരുന്നു. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഗബ്രി സിമ്പിളായി പറയുന്നുണ്ട്, ഐ ആം സിംഗിൾ, റെഡി ടു മിംഗിൾ എന്ന്. പക്ഷേ ജാസ്മിന്റെ അവസ്ഥ എന്താണ്? പൊന്നുപോലെ നോക്കുന്ന ഒരു കുടുംബം വന്നതാണ്. ബിഗ് ബോസിന് പോകാൻ എയർപോർട്ട് വരെ കൊണ്ടുവിട്ടതാണ്. എത്രത്തോളം സ്നേഹിച്ച പയ്യനെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അവസാനം ആ ചെറുക്കൻ കരഞ്ഞു. കർമ്മഫലം എന്നാൽ ഇതൊക്കെയാണ്. ഒരു സാധാരണക്കാരന്റെ സംശയമാണ് ഷൈൻ വൈറൽ അഭിമുഖത്തിൽ ഗബ്രിയോട് ചോദിക്കുന്നത്. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സദാചാര അമ്മായി എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കയറാനായി ചിലർ വരുമായിരിക്കും. ചില സംസ്കാരങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. ജാസ്മിനെ പെങ്ങളായിട്ട് എങ്കിലും ഗബ്രി കണ്ടിരുന്നുവെങ്കിൽ ഇത്ര വലിയ ചീത്തപ്പേര് വാങ്ങിത്തന്ന് നിസ്സാരമായി ഇരുന്ന് കൈ കഴുകി വർത്തമാനം പറയില്ലായിരുന്നു. തല കുത്തി നിന്നാലും ഈ ബന്ധം അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുവാൻ ജാസ്മിനും ഗബ്രിക്കും കഴിയില്ല. നഷ്ടപ്പെട്ടത് ജാസ്മിനാണ്. നല്ല അവസരങ്ങൾ കിട്ടുമായിരുന്ന കുട്ടിയാണ്. ആ കപ്പ് പോലും അവൾക്ക് കിട്ടേണ്ടതായിരുന്നു. അവസാനം പട്ടിക്കൂട്ടിൽ ഇരുത്തി കൊണ്ടുപോകേണ്ട അവസ്ഥയായി. എന്റെ ചാനൽ പൂട്ടിക്കുവാൻ പൈസ വരെ കൊടുത്ത മിടുക്കിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത് കിട്ടണമെന്ന് എനിക്ക് തോന്നിയിരുന്നുവെങ്കിലും ഇപ്പോൾ ജാസ്മിനെ ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. സുഹൃത്തായിട്ട് പോലും ഗബ്രി ജാസ്മിനെ പരിഗണിക്കുന്നില്ല എന്നതാണ് വസ്തുത. എന്തിനോ വേണ്ടി തിളച്ചതാണ്. ജാസ്മിന്റെ ലൈഫ് വെച്ച് കളിച്ച് സായി കൃഷ്ണയാണ്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് മുന്നേറി വന്ന കുട്ടിയാണ് ജാസ്മിൻ. ശ്രമിച്ചാൽ നന്നായി തിരിച്ചു വരാൻ ജാസ്മിന് കഴിയും. കൂടെ കൂടിയിരിക്കുന്നത് ഏറ്റവും വലിയ ശത്രുവാണ് എന്ന സൂചന കിട്ടിയാൽ അപ്പോൾ തന്നെ അതിൽ നിന്നും പുറത്തു വരണം. അല്ലെങ്കിൽ ഭാവിയിൽ എത്രത്തോളം ദോഷമാകുമെന്ന് ഗബ്രിയുടെ വാക്കുകൾ കണ്ടെങ്കിലും മനസ്സിലാക്കുക. അവന് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നിനക്കോ നഷ്ടപ്പെട്ടതിന്റെ വലിയൊരു കണക്ക് തന്നെ ഉണ്ട്. ജാസ്മിന് ഗബ്രി വാലി കൊടുത്തിരുന്നുവെങ്കിൽ അങ്ങനെ അവഹേളിക്കില്ലായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് പോലും തിരുത്തി ഗബ്രി പറഞ്ഞിരുന്നുവെങ്കിൽ വിഷയത്തിൽ സംസാരിക്കവേ ഷെഫീന ബീബി പറഞ്ഞത്. അതേസമയം വീഡിയോയ്ക്ക് താഴെ ജാസ്മിനെ അനുകൂലിച്ചും വിമർശിച്ചും കമന്റുകൾ വരുന്നുണ്ട്. അവള് വെറും കച്ചറ ആയതുകൊണ്ടാണല്ലോ അവന്റെയൊക്കെ ഒപ്പം പോയത്. ജാസ്മിൻ ഗബ്രി ഇത്തരം ക്യാരക്ടർ ഉള്ളവർ വ്യക്തികൾ ഇനി ഒരു സീസണിലും ഉണ്ടാകാൻ സാധ്യതയില്ല. ആ ബന്ധം അവിടെ തീർന്നിരുന്നുവെങ്കിൽ ജാസ്മിൻ രക്ഷപ്പെടുമായിരുന്നു. വീണ്ടും ഗബ്രിയുടെ ട്രാപ്പിൽ വീണെന്ന് പറയാം. ഇവനെ വിശ്വസിച്ച് ഒരു പെണ്ണ് ഇനി അവനോടൊപ്പം കൂടുന്നെങ്കിൽ ആ കുട്ടിക്ക് നല്ല രീതിക്ക് മനസ്സിലാക്കി കൊടുക്കുക. പൈസ മാത്രം ഉണ്ടായിട്ട് ഇന്ന് ഒന്നും നടക്കാനില്ല. 40 കഴിഞ്ഞാൽ സഞ്ചരിച്ച വഴികളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. നല്ല ജീവിതം ഇപ്പോൾ തിരഞ്ഞെടുത്ത് ജീവിക്കാം. ജാസ്മിൻ ഒരു സുന്ദരിയാണ്. സോ ഇവനെ കളഞ്ഞാൽ നല്ല ഒരു ബന്ധം അവൾക്ക് വന്നോളും. അല്ലെങ്കിൽ അവനെ കണ്ടാൽ അറിഞ്ഞുകൂടെ അവനൊരു തേപ്പ് വീരൻ ആണെന്ന് എന്നിങ്ങനെ പോകുന്നു കമന്റുകളെല്ലാം. അതേസമയം ബിഗ് ബോസിലെ പല കോംബോകളെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ചവരാണ് പ്രേക്ഷകർ. ചില കോംബോകൾക്കൊക്കെ വലിയ രീതിയിലുള്ള വിമർശനവും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ സീസൺ 6 ജാസ്മിൻ ഗബ്രി കോംബോയുടെ അത്ര വിമർശനം നേരിട്ടവർ വേറെ ഇല്ല
എന്ന് വേണ്ടെങ്കിൽ പറയേണ്ടി വരും. ഇപ്പോഴിതാ എന്തുകൊണ്ട് ഈ കോംബോ ഇത്രയധികം വെറുപ്പിന് കാരണമായി എന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പാണ് വൈറലായി മാറിയിരിക്കുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ജാസ്മിൻ ഗബ്രി കോംബോ ഒരു പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട കോംബോ ആയി മാറിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ ബന്ധം വെറും ഒരു മുതലെടുപ്പാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ജാസ്മിൻ എന്ന മത്സരാർത്ഥി ഗബ്രി എന്ന ചെറുപ്പക്കാരനെ ബോധപൂർവം ഉപയോഗിക്കുകയായിരുന്നു. എപ്പോഴോ തനിക്ക് നെഗറ്റീവ് ആയെന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ ഗബ്രിയെ മെല്ലെ അകറ്റി നിർത്താൻ നോക്കുകയായിരുന്നു. പക്ഷേ ഗബ്രി വീണ്ടും വീണ്ടും ജാസ്മിനിലേക്ക് അടുക്കുമ്പോൾ ജാസ്മിന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ സ്വാഭാവികമായ ചിന്ത എന്തായിരിക്കും? പെട്ടെന്ന് ഞാൻ ഇവനെ ഒഴിവാക്കിയാൽ പുറത്ത് എന്നെ മോശമായി ചിത്രീകരിക്കുന്നത് കൂടുകയും പലരും എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമായിരിക്കും. നല്ലൊരു അവസരത്തിനായി കാത്തിരുന്ന ജാസ്മിൻ പ്ലേറ്റ് ഒന്ന് മാറ്റി. ഒരിക്കലും എനിക്ക് അവനോട് പ്രണയമല്ല, സൗഹൃദമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്ന ജാസ്മിൻ നിർവചിക്കാനാകാത്ത എന്തോ ഒരു ഇഷ്ടമാണെന്ന് പിന്നീട് കൂട്ടിച്ചേർത്തിരുന്നു. ഗബ്രിയെ ഒഴിവാക്കാൻ തക്കം പാർത്തിരുന്ന ജാസ്മിൻ റസ്മിനും ജബ്രികളും തമ്മിലുള്ള കോൺവെർസേഷനിടയിൽ ഒരു ചോദ്യം ഗബ്രിക്ക് നേരെ എറിഞ്ഞു. എന്താണ് ഗബ്രി നിനക്ക് എന്നോട് എന്ന്? പ്രണയമാണ്, പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും ഒന്നിക്കാൻ ആകില്ല എന്ന് മുന്നേ പറഞ്ഞിരുന്ന ജാസ്മിന്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് ഗബ്രി ഇതുപോലെ തിരിച്ചു പറയുകയായിരുന്നു. പറഞ്ഞത് റസ്മിനോടാണ്. എനിക്ക് അവളോട് പ്രണയമാണ്, പക്ഷെ എന്ന് കരുതി അവളെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാൽ എന്ന് പറഞ്ഞതുപോലെ അവിടെ ജാസ്മിൻ പിന്നെയും പ്ലേറ്റ് ഒന്ന് മാറ്റി. കണ്ടോ, ഇവനെ സ്നേഹിക്കുന്നതിന് എനിക്ക് കിട്ടിയതാണ് ഇത്. ഇനി അവനോട് എനിക്ക് പ്രണയമൊന്നുമില്ല, സ്നേഹവുമില്ല, പകരം വെറും സൗഹൃദം മാത്രമാണ്. എത്ര നല്ല ആചാരമല്ലേ? ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് പ്രേമം ഉണ്ടായിരുന്നു. ഗബ്രിയെ കല്യാണം കഴിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ നിങ്ങൾ അല്ലെങ്കിലും തോന്നിപ്പോകും. എങ്കിൽ ആ തോന്നൽ തെറ്റാണ്. ബിഗ് ബോസ് വീട്ടില് കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരാൾ വേണമായിരുന്നു ജാസ്മിന്. പറ്റിയാൽ ഒന്ന് കെട്ടിപ്പിടിക്കുവാനും തൽക്കാലത്തേക്ക് ആശ്വാസമാകാനും പോന്ന ഒരു ചെറുപ്പക്കാരൻ വേണമായിരുന്നു. പക്ഷെ പുറത്തു നിന്നറിഞ്ഞ വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ജാസ്മിന്റെ പ്രേമ നാടകത്തിൽ നിന്നുള്ള സർവൈവൽ സ്റ്റോറി മാത്രമാണ് ഇപ്പോൾ അരങ്ങേറുന്നത് എന്നുമായിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത്.